ഹലോ നമസ്കാരം. UK രുചികൾ തേടിയുള്ള ഇന്നത്തെ യാത്ര കാർഡിഫിലെ കൂട്ടാൻ കറി ക്ലബ്ബ് എന്ന കേരള റെസ്റ്റോറൻറ്റിലേക്ക് ആയിരുന്നു. ചട്ടിച്ചോറ് കഴിക്കുക എന്നതായിരുന്നു പ്രധാന ആഗമന ഉദ്ദേശം. കേരള തനിമ നിറഞ്ഞ ചിത്രങ്ങളും ചെറിയ കരകൗശല വസ്തുക്കളും ഒക്കെ ഇവിടുത്തെ ആംബിയൻസ് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കഥകളിയും കവലകളിലെ നിറസാന്നിധ്യമായ ഓട്ടോ സ്റ്റാൻഡും ഒക്കെ ഭിത്തിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിലെ നമ്മുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ച വീഡിയോ ചിത്രങ്ങളും ഒക്കെ ഇവിടുത്തെ TV സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം നാടിൻ്റെ ഓർമ്മയിൽ നൊസ്റ്റു അടിച്ചു കേട്ടോ. റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. ഏകദേശം ഒരു 10-30 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയും ഒക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. അങ്ങനെ ഓർഡർ ചെയ്ത വിഭവങ്ങൾ ഓരോന്നായിട്ട് വന്നു തുടങ്ങി. കിഴി പൊറോട്ടയും ചട്ടിച്ചോറുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതുപോലെ കുടിക്കാനായിട്ട് മിൻറ്റ് ലെമൺ പറഞ്ഞു. അപ്പോഴാണ് ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന പേര് ഒരു ഡ്രിങ്ക് ശ്രദ്ധയിൽപ്പെട്ടത്. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരംകാരനായി എനിക്ക് കൗതുകം തോന്നി, അത് ഓർഡർ ചെയ്തു. പൈനാപ്പിളും പാഷൻ ഫ്രൂട്ടും സോഡയും മിക്സ് ചെയ്ത തിരുവനന്തപുരം ലോഡ്ജ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വാഴയിലയിൽ കിഴി പൊറോട്ട പ്രതീക്ഷിച്ചത് കൊണ്ടാണോ എന്തോ അലുമിനിയം ഫോയിലിൽ കിഴി പൊറോട്ട വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അത്യം നിരാശ തോന്നി. പിന്നെ നമ്മൾ കേരളം പോലെ ഇവിടെ വാഴയില സുലഭമൊന്നും അല്ലല്ലോ. എന്നാലും ഫോയിലിനുള്ളിൽ ചെറിയൊരു വാഴയിലയിൽ പൊതിഞ്ഞ് തന്നെയാണ് കിഴിയിരുന്നത്. ചിക്കൻ കറിയിൽ കുതിർന്ന പൊറോട്ടയും അതേപോലെ തന്നെ 3 ചിക്കൻ ഫ്രൈയും ഓംപ്ലേറ്റും ഒക്കെ കിഴിയിലുണ്ടായിരുന്നു കേട്ടോ. കിഴി ജസ്റ്റ് ഓക്കെ എന്ന് പറയാം. ഒരു പക്ഷേ അലുമിനിയം ഫോയിലായതുകൊണ്ടാണോ എന്തോ കിഴിക്ക് വലിയ മാർക്ക് കൊടുക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ അതേ നമ്മുടെ ഓർഡർ ചെയ്ത താരം എത്തിയിരിക്കുകയാണ് കേട്ടോ. ചട്ടിച്ചോറും കൊഴുവ ഫ്രൈയും. കൊഴുവ മൂക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് കൊഴുവ വാങ്ങിയത്. കൊഴുവ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരത്ത് നെത്തോലി എന്നൊക്കെ പറയും. അങ്ങനെ ദേ ഘടാഘടിയനായ വലിയൊരു ചട്ടിയിൽ നമ്മുടെ ചട്ടിച്ചോറ് റെഡിയായി മുമ്പിരിക്കുകയാണ്. ആ ചോറ്, പിന്നെ അതിൻ്റെ കൂടെ ഒഴിച്ചു കറിയായിട്ട് ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് കറിയാണ്. പിന്നെ ചിക്കൻ ഫ്രൈ, കൊഴുവ ഫ്രൈ, പിന്നെ ഓംലെറ്റ്, ഇതാണ് നോൺ വെജ് ഐറ്റംസ് ആയിട്ടുള്ളത്. പിന്നെ നാരങ്ങ അച്ചാറ്, തേങ്ങാ ചമ്മന്തി, പാവയ്ക്ക കൊണ്ടാട്ടം, കാബേജ് തോരൻ, പപ്പടം എന്നിങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയൊരു ക്വാണ്ടിറ്റിയിൽ നിറഞ്ഞായിരുന്നു ചട്ടിച്ചോറ് വന്നിരുന്നത്. അപ്പം ഇവിടെ തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ ആദ്യം ചോറ് കുറച്ച് ഇളക്കി, ബീഫ് കറിയൊക്കെ ഇട്ട് ചേർത്ത് ഇളക്കി, കുറച്ച് കാബേജ് തോരനോട്ട് മിക്സ് ചെയ്ത് പപ്പടത്തിൽ നിന്നൊരു ചെറിയ കഷ്ണം കൂടി അടർത്തിയെടുത്ത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചെറിയൊരു ഉരുളയാക്കിയിട്ട് അതിനകത്ത് ബീഫിൻ്റെ ഒരു കഷ്ണം കൂടി ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടി ആദ്യത്തെ ഉരുള ഇങ്ങനെ ഉരുട്ടുകയാണ് കേട്ടോ. രണ്ടാമത്തെ ഉരുള തേങ്ങാ ചമ്മന്തിയും ചേർത്തായിരുന്നു. അപ്പോൾ തേങ്ങാ ചമ്മന്തി ഇട്ട് ഇളക്കി അതിനുശേഷം ഓംലെറ്റിൻ്റെ ഒരു പീസും കൂടെ മിക്സ് ചെയ്തായിരുന്നു അടുത്ത ഉരുള ഉരുട്ടിയത്. ചട്ടിച്ചോറ് നാട്ടിൽ വെച്ച് വലിയൊരു വികാരമായിരുന്നു. അതുകൊണ്ട് തന്നെ UK വന്നിട്ട് ആദ്യമായിട്ടാണ് ചട്ടിച്ചോറ് കഴിക്കുന്നത്. അതിൻ്റെ ഒരു കൗതുകവും ആവേശമൊക്കെ എൻ്റെ ഊണ് കഴിക്കലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഈ കൊഴുവ ഫ്രൈ ആണ് കേട്ടോ. അത്യാവശ്യം പൊക്കവും മണ്ണും ഒക്കെ ഉള്ള, തൊലി നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മീനൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ 2-3 ചിക്കൻ ഫ്രൈയും അതേപോലെ കൊഴുവ ഫ്രൈയും നമ്മുടെ മാമുക്കയുടെ ഓംലെറ്റും ബീഫും ഒക്കെയുള്ള ചട്ടിച്ചോറ് എന്തായാലും വർത്തായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ചട്ടി മാത്രം ബാക്കിയാക്കി ചട്ടിച്ചോറുമായുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു. ശേഷം കൂട്ടാൻ ഫ്രെയിമിൽ നിന്ന് 2 പടവും പിടിച്ചു. രുചികൾ തേടിയുള്ള യാത്രകൾ ഇനിയപ്പോൾ UK തുടരും. ഗുഡ് ബൈ.